ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 102 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. അതിൽ പൂർണ്ണമായി പൂർത്തിയാക്കിയ ഒരേ ഒരു സംസ്ഥാനം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാടാണ്. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തത്. ഇനിയും പ്രധാനമായി ദക്ഷിണേന്ത്യയിൽ അവശേഷിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കർണാടക, കേരളം, തെലങ്കാന, ആന്ധ്ര എന്നിവയാണ്. ബംഗാൾ, മേഘാലയ, നാഗാലാൻഡ് തുടങ്ങിയതായിട്ടുള്ള സംസ്ഥാനങ്ങളിലും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ അറിയിച്ചിരുന്നത് പോലെ വിവിധ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഏകദേശം 1 മാസത്തിലധികം നീളുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം അന്തിമമായി ഫലം വരുന്നത് ജൂൺ മാസം 4-ാം തീയതി മാത്രമാണ്. അന്നാണ് ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി പുറത്തു വരുന്നത്. വരുന്ന 5 വർഷം ഇന്ത്യ ആര് ഭരിക്കണം? മോദിക്ക് ഒരു 3-ാം ഊഴമാണോ, അതോ മോദി നേതൃത്വം കൊടുക്കുന്നതായ BJP പാർട്ടിയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് പുതുതായി 28 പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ചതായ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണോ എന്ന് ഇന്ത്യയിലെ ജനകോടികൾ തീരുമാനിക്കുകയാണ്. ലോക് പോൾ എന്ന് പറയുന്നതായ ഒരു സർവേ സംഘടന എല്ലാവരെയും ഒരളവ് വരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനവുമായി രംഗത്ത് വന്നത്. ലോക് പോളിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നത് വളരെയേറെ കൃത്യതയോടുകൂടെ സർവേകൾ നടത്തുന്ന ഒരു ഏജൻസി എന്ന നിലയിലാണ്. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൃത്യത വളരെ വ്യക്തമാവുകയും മറ്റെല്ലാ ഏജൻസികളെയും പിന്തള്ളിക്കൊണ്ട് ഈ ലോക് പോൾ ഏജൻസിയുടെ പ്രവചനം പൂർണ്ണമായി ശരിയാവുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. കർണാടകയിൽ നിലവിലുള്ള 28 പാർലമെന്റ് സീറ്റുകളിൽ ഏതാണ്ട് 15-16 സീറ്റുകൾ വരെ കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം വിജയിക്കും എന്നാണ് അവർ പ്രവചിക്കുന്നത്. BJPക്ക് ഒരു 12-13 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നും അവർ പറയുന്നു. ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ BJPയെ വളരെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുകളിൽ ഏതാണ്ട് 28ഉം BJPക്കായിരിക്കും, അല്ലെങ്കിൽ BJP ജനതാദൾ എസ് മുന്നണിക്കായിരിക്കുമെന്നാണ് അതിൻ്റെ നേതാക്കന്മാർ ആത്മവിശ്വാസത്തോടുകൂടി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ലോക് പോളിന്റെ പ്രവചനം ഉണ്ടായിരിക്കുന്നത്. അവിടെ BJP ജനതാദൾ എസ് സഖ്യം ആഞ്ഞടിച്ച് പ്രചരണം നടത്തുകയാണ്. എന്നിരുന്നാലും അവിടുത്തെ പ്രധാനമായിട്ടുള്ള അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് കർണാടക സംസ്ഥാനം ഭരിക്കുന്നതായ കോൺഗ്രസ് സർക്കാരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടി അധികാരത്തിൽ വന്ന സിദ്ധരാമയ്യ സർക്കാർ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ജനസമ്മതി ആർജിച്ചു കഴിഞ്ഞു. അവർ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി അവർ അധികാരത്തിൽ എത്തിയ ഉടനെ തന്നെ നടപ്പാക്കിയെന്ന ഒരു വലിയ സംഗതി അവിടുത്തെ ജനങ്ങളെ നന്നായി സ്വാധീനിച്ചിരിക്കുന്നു. അവർ പ്രഖ്യാപിച്ചതായ വാഗ്ദാനങ്ങൾ പടിപടിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അവിടുത്തെ 2ാം സ്ഥാനക്കാരനായ DK ശിവകുമാറും വളരെയേറെ ജനസമ്മതരായ നേതാക്കളായി രൂപപ്പെട്ട് കഴിഞ്ഞു.
അവർക്ക് കർണാടക സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളിലുള്ള സ്വാധീനം എടുത്തു പറയത്തക്കതാണ്. അവർ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കർണാടകയിൽ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ BJP JDS സഖ്യം ആത്മവിശ്വാസത്തോടുകൂടെ കണക്ക് കൂട്ടിയിരുന്ന അവരുടെ സംഖ്യയൊക്കെ അട്ടിമറിയത്തക്ക രീതിയിലാണ് ഇപ്പോൾ ലോക്പോൾ എന്ന് പറയുന്ന ഏജൻസി പ്രവചനം നടത്തിയിരിക്കുന്നത്. BJP ജനതാദൾ എസ് സഖ്യം എന്തു വന്നാലും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകും എന്ന അസന്നിഗ്ധമായ ഭാഷയിൽ അവർ വെളിപ്പെടുത്തുകയാണ്. വളരെ ശാസ്ത്രീയമായും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും നടത്തിയതായ ഒരു സർവേ ഫലം തന്നെയാണ് ലോക്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടെ ചേർന്നുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവചനം എന്ന് പറയുന്നത് തെലങ്കാന സംബന്ധിച്ചാണ്. തെലങ്കാനയിൽ ആകെ 17 പാർലമെന്റ് സീറ്റുകളാണ് ഉള്ളത്. ഏതാണ്ട് 12-13 സീറ്റുകൾ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം നേടുമെന്ന് ലോക്പോൾ പ്രവചിച്ചിരിക്കുന്നു. അവിടെ BJPയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന BRS എന്ന് പറയുന്ന പാർട്ടിയും ഒക്കെ വളരെ പിന്നാക്കം പോകും. BJPക്ക് അവിടെ സീറ്റ് കിട്ടുന്ന കാര്യം പോലും സംശയത്തിലാണ്. 2-3 സീറ്റുകൾ ഒരുപക്ഷെ കിട്ടിയാൽ തന്നെ അത് BRSുമായി അവർക്ക് പങ്കുവയ്ക്കേണ്ടതായി വരും എന്നാണ് ലോക്പോൾ പ്രവചിക്കുന്നത്. അവിടെയും ഒരു കാണേണ്ടതായ ഒരു പ്രധാന വിഷയം രേവത് റെഡ്ഡി എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആ സംസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്നത്. അവിടെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRSനെ തറപറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന താരതമ്യേന യുവത്വം തുളുമ്പുന്ന ഒരു മുഖ്യമന്ത്രിയും അവിടെ ജനപ്രീതി ആർജിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ പ്രചരണങ്ങളിലുമൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ജയന്ത് റെഡ്ഡിയും കർണാടകയിലെ DK ശിവകുമാറും അവരുടെ ജനസമ്മതി കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ പോലും വന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്തുകയുണ്ടായി. അവർക്ക് ഈ 2 തെക്കൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതായിട്ടുള്ള സ്വീകാര്യത എടുത്തു പറയേണ്ടതാണ്. അതിന് ജനങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെയും കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിക്കുന്ന രീതിയിലാണ് തെക്കേ ഇന്ത്യയിൽ ഈ പോൾ പ്രവചനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് നാം കാണേണ്ടതായ പ്രധാന കാര്യം 39 സീറ്റുകളുള്ള തമിഴ്നാടിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടെയും അനിഷേധ്യമായ നേതൃത്വം DMKയ്ക്കുണ്ട്. DMKയുടെ മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPMും CPIയും ഒക്കെ ഉൾപ്പെട്ട് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. അവിടെയും BJPക്ക് 1-2 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ എന്തായാലും ഒരു അട്ടിമറി വിജയം ഇന്ത്യ മുന്നണി ആർജിക്കും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ആ മട്ടിൽ തന്നെ വടക്കേ ഇന്ത്യയിലും ചില ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. BJPയുടെ വേരുകൾ ഇളകുന്നതിൻ്റെ സൂചനകൾ ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യ മുന്നണി ഓരോ ദിവസം കഴിയും തോറും കരുത്താർജിക്കുന്നു, ജനമനസ്സുകളിൽ ഇടം നേടുന്നു. ശ്രീമാൻ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്നുള്ള സമവാക്യം ഉത്തർപ്രദേശിൽ വളരെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു.
ദക്ഷിണേന്ത്യയിലും രാഹുൽ ഗാന്ധിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ചേർന്നുള്ള സമവാക്യം വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. കേരളത്തിലെയും UDFന്റെ സ്വാധീനം വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു ആഴ്ചയിൽ താഴെ മാത്രം ശേഷിക്കുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ കേരളവും തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോവുകയാണ്. കർണാടകയും തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലും അതിൻ്റെ ചലനങ്ങൾ കാണുന്നു. അത് ആകമാനമുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവ മാറ്റത്തിൻ്റെ ദിശാസൂചകങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തെക്കേ ഇന്ത്യ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലും ചലനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് ശക്തമാക്കി മുന്നോട്ട് പോകാനായി കഴിയുന്നു. മുൻപുണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് നേതാക്കന്മാർ ഏക മനസ്സോടുകൂടെ എന്ത് വില കൊടുത്തും BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്.